ഇത് മതവികാരം ഇളക്കി വിട്ടുകൊണ്ട് എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് നിഗൂഢശക്തി ആവിഷ്കരിച്ചൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച ബോർഡ് നശിപ്പിച്ചതായി പരാതി. പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാൻഡ് ബാങ്ക്സിൽ നടത്തുന്ന കർക്കിടക വാവുബലി തർപ്പണത്തിന്റെ പ്രചരണാർത്ഥം വടകര അറത്തിൽ ഭഗവതി ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ച പ്രചരണ ബോർഡാണ് നശിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് ബോർഡ് സ്ഥാപിച്ചത്. പിറ്റേ ദിവസം നോക്കുമ്പോഴാണ് ബോർഡ് കീറി നശിപ്പിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ ക്ഷേത്ര കമ്മിറ്റി നിർവാഹക സമിതി പ്രതിഷേധിച്ചു. കളത്തിൽ പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. പി പവിത്രൻ, ടി കെ സുരേന്ദ്രൻ, എ വി നന്ദനൻ, കെ വി ശശീന്ദ്രൻ, എം വി മനോജൻ, ബബീഷ് ടി എന്നിവർ സംസാരിച്ചു. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട വടകര പോലീസിൽ ഭാരവാഹികൾ പരാതി നൽകിയിട്ടുണ്ട്. പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കർക്കിടക വാവ് പിതൃബലി തർപ്പണത്തിൻ്റെ പ്രചരണാർത്ഥം വടകരയുടെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ വെക്കാറുണ്ട്. ആ പോസ്റ്റർ നാളിതുവരെ കീറിയിട്ടില്ല. പക്ഷേ ഇത്തവണ ആദ്യമായിട്ട് ഭഗവതി കോട്ടക്കലിന് മുമ്പിൽ അറത്തിൽ ഭഗവതി ക്ഷേത്രം, അതായത് ഭഗവതി കോട്ടക്കൽ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള പോസ്റ്ററുകൾ കീറി നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണ രാഷ്ട്രീയ പാർട്ടിയുടെ ബോർഡുകളൊക്കെ കീറി നശിപ്പിക്കപ്പെടുമെന്ന് കേൾക്കാറുണ്ട്. ഇത് മതവിഭാഗത്തിൻ്റെ അല്ലെ ക്ഷേത്രത്തിൻ്റെ ഒന്നും ബോർഡുകൾ സാധാരണ നശിപ്പിക്കാറില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ, നശിപ്പിച്ച ആളുടെ പിന്നിൽ വലിയൊരു ഗൂഢശക്തി ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് മതവികാരം ഇളക്കി വിട്ടുകൊണ്ട് എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് നിഗൂഢശക്തി ആവിഷ്കരിച്ചൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ഞങ്ങൾ വടകര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിശക്തമായ നടപടി അക്കാര്യത്തിലുണ്ടാകുമെന്ന് വടകര SHO നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഉറപ്പുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലെങ്കിൽ അതിശക്തമായ നടപടിയുമായി നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഈ കാര്യത്തിലുണ്ടാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സാധാരണ കീറാറില്ല, ഒരു സ്ഥലത്തും കീറാറില്ല. ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഒരു 8-10 വർഷത്തിനിടയിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. വേറെ എവിടെയും കീറിയിട്ടില്ല. ഇത് മെനഞ്ഞാന്ന്, ഇന്നലെ രാത്രി. CCTV പോലീസ് പരിശോധിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഇന്ന് പോയിട്ട് CCTV പരിശോധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ രാവിലെ പരാതികളും കൊടുത്തിട്ടുണ്ട്. CCTV പരിശോധിക്കുക. ചുറ്റുപറ്റും CCTV ഉണ്ട്. അവിടെ ഹോട്ടലുകളിലും മറ്റ് അമ്പലത്തിൽ തന്നെ ഇടുന്നത്, ഭഗവതി കോട്ടക്കൽ അമ്പലത്തിനുണ്ട്. അതൊക്കെ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് എന്തായാലും അത് ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകും. പോലീസ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.